ഡോക്ടർ മോഹൻ വർഗീസ്, ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം അത് ഈ കൊച്ചു കേരളം പോലും അതിൻ്റെ പൊറുതിയിൽ ആണ്. കാരണം ഓരോ ദിവസവും ഓരോ ബംഗ്ലാദേശിയെ പല കോണുകളിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യാജ ആധാർ കാർഡ് ഒക്കെ പിടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നോക്കൂ, നുഴഞ്ഞുകയറ്റം ഒരു ഭാഗത്ത് ശക്തമായി നടക്കുന്നു. ഇപ്പോഴിതാ ഈ കലാപത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് നാഗ്പൂർ പോലീസിൻ്റെ സൈബർ സെല്ലാണ്. ആ IP അഡ്രസ്സ് എവിടെ നിന്നാണ് ഈ വ്യാജ പ്രചരണങ്ങളുടെ ഉറവിടം എന്ന് കൃത്യമായി സൈബർ സെൽ കണ്ടെത്തിയിരിക്കുന്നു. ഏകദേശം 97ഓളം IP അഡ്രസ്സുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ആ മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സീരിയസ് ആയിട്ട് തന്നെയല്ലേ എടുക്കേണ്ടത്? ഇത് ശ്രീ അനിൽ, വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ 3-4 കാരണങ്ങളാൽ. ഒന്ന്, ഇതിൻ്റെ പിന്നിൽ, ഈ നാഗ്പൂർ കലാപത്തിൻ്റെ പിന്നിൽ ഒരു വിദേശ ശക്തിയുടെ ഇടപെടൽ, ഒന്നിലധികമോ വിദേശ ശക്തികളുടെ ഒരു കൺസേർട്ടഡ് അറ്റംപ്റ്റിൻ്റെ പരിണിത ഫലമാണ് യഥാർത്ഥത്തിൽ നാഗ്പൂരിൽ സംഭവിച്ചത് എങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രാന്തര വിഷയമായി മാറും. അതിനുള്ള ഏർലി സൂചനകളാണ് നാഗ്പൂർ പോലീസിൻ്റെ സൈബർ വിഭാഗത്തിൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത്. 97ഓളം IP അഡ്രസ്സുകൾ ട്രേസ് ചെയ്യുന്നത് ബംഗ്ലാദേശിലേക്കാണ്. അപ്പോൾ ഇത് എപ്പോഴും ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ ഏറ്റവും ദരിദ്രരായ സാധാരണക്കാരായ ആളുകളാണ് കമ്മ്യൂണൽ റൈറ്റ്സിൽ, വർഗീയ കലാപങ്ങളിൽ കൊല്ലപ്പെടുന്നത്. പക്ഷെ മറഞ്ഞിരിക്കുന്ന ചില ശക്തികൾ, അത് രാഷ്ട്രാന്തര ശക്തികളാകാം, ദേശത്തിനുള്ളിൽ തന്നെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കച്ചകെട്ടി ഇറങ്ങുന്ന ശക്തികളാകാം. അവരുടെ കുൽസിതമായ മാർഗങ്ങളിൽ ഒന്നാണ് ഒരു മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തുക. ഇവിടെ ഒരു മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നു. ഒരു ബജ്റാംഗ് ദളിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും എല്ലാം ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശമുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ടാകുന്നു. മുഗൾ ചക്രവർത്തി ഔറംഗസീബ്, അദ്ദേഹം വളരെ കോൺട്രവേഴ്ഷ്യൽ ഒരു ചക്രവർത്തിയാണ്. അത് പറയാതിരിക്കാനാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഒരു വലിയൊരു ഭാരത സങ്കല്പം, ഭാരതം എന്ന പേരിൽ അല്ല എങ്കിൽ പോലും അങ്ങ് അഫ്ഗാനിസ്ഥാൻ മേഖല, ഇന്നത്തെ പാകിസ്ഥാൻ മേഖല, ഏതാണ്ട് ഇന്ത്യയുടെ ഈ തമിഴ്നാട്, കേരളവും ഒഴിച്ചുള്ള ഇന്നത്തെ ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും, ബംഗ്ലാദേശും ബർമയും മ്യാൻമാറും എല്ലാം ചേർന്ന ഒരു വിശാല ഭൂമികയുടെ ഏറ്റവും അധികം ഭൂവിസ്തൃതിയുള്ള മുഗൾ സാമ്രാജ്യത്തിൻ്റെ അവസാന ഒരു പ്രമുഖ ചക്രവർത്തി. അതിനുശേഷം ചക്രവർത്തിമാരുണ്ടായി, അവർ ബലഹീനരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾ യഥാർത്ഥത്തിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ആളാകുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യമുള്ള ജീവിതം, അദ്ദേഹത്തിൻ്റെ കല്ലറ തന്നെ, ഖബർ തന്നെ ഏറ്റവും ലളിതമായ രീതിയിൽ ക്രമീകരിക്കണമെന്ന് പറയുന്നു. ആ ഖബറിൽ ചുറ്റും വലിയ മരങ്ങൾ പോലും നടരുതെന്ന് പറയുന്നു. ആ തണൽ പോലും എനിക്ക് വേണ്ട, എനിക്ക് വിശാലമായ ആകാശം മതി എന്ന് പറയുന്നു. ആർക്കതിന് നല്ല വശം. അതിന് മറുവശം, അദ്ദേഹത്തിൻ്റെ കാലത്ത് വ്യാപകമായ രീതിയിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായതായി രേഖകളിലുണ്ട്. അതുമാത്രമല്ല, മറാത്തകൾ, ഇവിടെ വിഷയം മഹാരാഷ്ട്രയിലെ കിഴക്കൻ പ്രദേശം, നാഗ്പൂർ മേഖല, വിദർഭ മേഖല, അവിടെയാണല്ലോ. അത് പണ്ടത്തെ ഡെക്കാൻ്റെ ഭാഗം കൂടിയാണ്. ഇന്നത്തെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന മേഘം ഇതെല്ലാം ചേർന്നാണല്ലോ ഡെക്കാൻ. ആ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ്. ആ ഒരു ഭാഗത്ത് ശിവജിയുടെ സൈന്യങ്ങൾ അതിശക്തമായി മുഗൾ സൈന്യങ്ങളെ ചെറുത്തു നിന്നു. അതിനുശേഷം വന്ന സംഭാജി റാവു, അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളും വ്യക്തമായ ഒരു മറാത്ത പ്രൈഡ് അവിടെ കാത്തു സൂക്ഷിച്ചു. ഇവിടെ വന്നിരിക്കുന്നത് ഒരു മുഗൾ നറേറ്റീവ്, അതൊരു മുസ്ലിം നറേറ്റീവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് വേഴ്സസ് ഒരു മറാത്ത പ്രൈഡ്. അതിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന ഒരു വലിയ ഒരു ഡിമാൻഡാണ് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ ശവകുടീരം ഈ മണ്ണിൽ നിന്നും മാറണം. ആ മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു നാഗ്പൂരിൽ നിന്നും വളരെ അകലെയുള്ള സ്ഥലമാണ്. നാഗ്പൂരിൽ നിന്നും 400 സബാജി നഗർ എന്ന് പറയുന്നത് നാഗ്പൂരിൽ നിന്നാണ്ട് 450 കിലോമീറ്റർ മാറിയുള്ള ഔറംഗാബാദിന് അടുത്തുള്ള ഒരു കുൽദാബാദ്. അപ്പം ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് കാര്യമായ നിർമ്മിതികളൊന്നും അവിടെ തന്നെ ഇല്ല. ഔറംഗസീബിൻ്റെ കാലത്ത് വലിയ ശവകുടീരങ്ങളൊന്നും അവിടെ കെട്ടിയിട്ടില്ല. അതൊരു ചെറിയ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്ന ഒരു വലിയ നിർമ്മിതിയിലേക്കൊക്കെ നീങ്ങിയത്.
ഉറപ്പിക്കാനും പറ്റില്ല, ഒരിക്കലും ഉറപ്പിക്കാനും ഒക്കില്ല. ഇപ്പോൾ അതാണ് ആരോപണ വിധേയമായ ഖബർ അവിടെ തന്നെയാണ് എങ്കിൽ അതുപോലും ഈ മറ്റ് മുഗൾ നിർമ്മിതികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറുതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഔപചാരിക, അതിനകത്തൊരു സിംബോളിക് രൂപമുണ്ട്. ഇതിനകത്തൊരു ഡിമാൻഡിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു സിംബോളിക് രൂപമുണ്ട്. തങ്ങളുടെ ജനതയെ അടക്കി ഭരിച്ച, അല്ലെങ്കിൽ തങ്ങൾ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ശിവാജിയുടെ ഒരു സാമ്രാജ്യത്തിനെതിരെ നിന്ന ഒരു ശക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഖബറിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ദൃശേഷിപ്പുകൾ ഒന്നും തന്നെ അവിടെ വേണ്ട എന്നൊരു ഡിമാൻഡ് ഉണ്ടായി. അതൊരു വശം. മറുവശത്ത് സ്വാഭാവികമായി ആ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, എക്കാലത്തും ഒരു ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ, ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ മറുപക്ഷത്ത് പ്രക്ഷോഭം ഉണ്ടാകും. അങ്ങനെയാണ് മുസ്ലിങ്ങൾ സംഘടിക്കുന്നത്. ആ വിഭാഗം ഒരു വലിയ ഒരു ജനസഞ്ചയമാണ്. അത് നാഗ്പൂരിലാണ് അത് സംഘടിക്കുന്നത്. നാഗ്പൂരിൽ അത് അവിടെ മത്സരിച്ച പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു ചെറിയ പാർട്ടിയുടെ, ഒരു മൈക്രോ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ ലേബലിൽ മത്സരിച്ച ഫഹീം ഷമീം ഖാൻ അല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി, അതായത് മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി, അങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ച് ഒരു പക്ഷേ ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ മുൻപൊന്നും കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അത്ര ഞാൻ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ച് കേട്ടിട്ടില്ല. ഇപ്പോഴാണത് കേൾക്കുന്നത്. അത്രയും ചെറിയൊരു പാർട്ടി. അപ്പോൾ ആ പാർട്ടിയുടെ ഒരു നേതാവ്, അല്ലെങ്കിൽ ചെറുകിട നേതാവ്, അദ്ദേഹം വളരെ പ്രകോപനപരമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ജനക്കൂട്ടത്തെ ഇളക്കി മറിക്കുകയാണ്. പ്രകോപനപരമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പ മാർഗം ഈ വലിയ തോതിൽ അവർ സാധാരണക്കാരായ ആളുകളാണ്, ഈ പ്രക്ഷോഭകാരികളെന്ന് പറയുന്നവരെ, അവരെയൊക്കെ ഇളക്കി മറിക്കാൻ, അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഖുർആൻ കത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ വലിയ തോതിലുള്ള സ്വാഭാവികമായ ആക്രമണമാണ്. അതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിൽ നിറം പിടിപ്പിച്ച കഥകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുക കൂടെ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്ത് പോവുകയാണ്. ഈ വ്യാജ വാട്സപ്പ് മെസ്സേജുകളും വ്യാജ യൂട്യൂബ് വീഡിയോകളും എല്ലാം തന്നെ വ്യാപകമായി പ്രചരിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സൈബർ സംവിധാനം, ഈ നാഗ്പൂർ പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള സൈബർ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അതിലെ കുറേ IP അഡ്രസ്സെങ്കിലും ട്രേസ് ചെയ്യുന്നത് ബംഗ്ലാദേശിലേക്കാണ്. അത് ബംഗ്ലാദേശിൽ സൃഷ്ടിക്കപ്പെട്ട IP അഡ്രസ്സുകൾ, അത് ബംഗ്ലാദേശി പൗരന്മാരുടെ ആകാം, അവർ നുഴഞ്ഞു കയറിയ ആളുകളുടെ ആകാം. അങ്ങനെയാണ് ഒരു ബംഗ്ലാദേശ് ബന്ധമുണ്ടത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ നമ്മളിവിടെ ഒരു ചർച്ച നടത്തുന്നത് ഈ ഒരു വിഷയത്തിൽ. നമുക്ക് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി നമ്മുടെ ചർച്ചയിൽ നമ്മുടെ രണ്ട് പാനലിസ്റ്റുകളും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു. ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള സംസാരം എന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണൽ ഡിസ്ഹാർമണി ഉണ്ടാക്കേണ്ടത് ഇവിടെ ഇന്ത്യയിലെ ആരുടെയും ആവശ്യമല്ല. ഇതിന് പുറത്തുള്ള ഇന്ത്യയുടെ വളർച്ചയിൽ ഇപ്പോൾ 4 ട്രില്യൺ ഇക്കോണമിയിലേക്ക് ഇന്ത്യ എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ വളർച്ച തടയാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഭൗതിക അന്തരീക്ഷം, ക്രമസമാധാന നിലയും അന്തരീക്ഷവും സാമുദായിക വർഗീയ അന്തരീക്ഷം മോശമാവുക എന്നതാണ്. അത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ്, ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ആവശ്യമാണ്. മുൻപത്തെ ബംഗ്ലാദേശ് അല്ല, ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശ് അല്ല. പക്ഷേ മുഹമ്മദ് യൂനുസിൻ്റെ, ബംഗ്ലാദേശിൻ്റെ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന മുഹമ്മദ് യൂനുസ് ഭരണകൂടത്തിൻ്റെ കൂടി ആഗ്രഹമാണ് ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാവുക. സ്വാഭാവികമായി അതോടൊപ്പം നിൽക്കുന്ന ചില ശക്തികൾ, പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ടുകളൊക്കെ ലഭിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു സിംബോളിക് ടാർഗറ്റ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണ് ഒരുപക്ഷെ നാഗ്പൂരിലേക്ക് എത്തുന്നത്. നാഗ്പൂരിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ കേന്ദ്ര കാര്യാലയം ഇരിക്കുന്ന സ്ഥലമാണ് നാഗ്പൂർ. അപ്പോൾ അത് ഹൈന്ദവ സംഘടനകളുടെ വളരെ പരിപാവനമായ ഒരു സ്ഥലം എന്ന നിലയിൽ വളരെ പ്രധാനമാണ്. അത് മാത്രമല്ല RSSൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നാഗ്പൂർ തന്നെ തിരഞ്ഞെടുത്തത് വളരെ ബോധപൂർവമായി നടത്തിയ ഒരു തിരഞ്ഞെടുപ്പാണോ? ഇത് ആലോചിക്കേണ്ടതാണ്. ഒരു ആരോപണം എന്ന നിലയിൽ നമ്മൾ വെറുതെ ഉന്നയിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നാഗ്പൂരിൽ എന്തുകൊണ്ട്, പൊതുവേ പറഞ്ഞത്, ഇവിടെ നേരത്തെ മറ്റ് പാനലിസ്റ്റുകളും പറഞ്ഞതാണ്, നാഗ്പൂർ നല്ല സ്ഥലമാണ്, ഓറഞ്ച് വളരുന്ന സ്ഥലമാണ്, സ്വല്പം ചൂടാണ് ചൂട് കാലത്ത്, അതൊക്കെ ശരിയാണ്. പക്ഷേ നാഗ്പൂരിൽ വർഗീയമായ വലിയ സംഘടന പൊതുവേ നടക്കുന്ന ഒരിടമല്ല. അവിടെ തന്നെ ഒരു സംഘർഷം ഉണ്ടാവുകയും ഈ RSSൻ്റെ 100ാം വാർഷികം എന്നത് നാഗ്പൂരിലേക്ക് എല്ലാ കണ്ണുകളും നീളാൻ പോകുന്നൊരു വർഷമാണ് 2025. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ആ ഒരു നറേറ്റീവിലേക്ക് കൂടുതൽ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അപ്പോൾ RSSൻ്റെ രൂപീകരണം എന്നത് 1923 നടന്ന നാഗ്പൂരിൽ നടന്ന വലിയൊരു വർഗീയ കലാപം. അതിൽ നൂറുകണക്കിന് ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയായിരുന്നു ഒരു രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന രൂപത്തിൽ ഒരു സംഘടന 1925 ഉണ്ടാകുന്നതും 1927 വീണ്ടും ഒരു വർഗീയ കലാപം ഉണ്ടായി. അപ്പോൾ നാഗ്പൂരിൻ്റെ ചരിത്രത്തിൽ അന്ന് തന്നെ 100 വർഷം മുൻപ് തന്നെ 2 പ്രധാനപ്പെട്ട വർഗീയ സംഘർഷമുണ്ടായി. അടിക്കടി ആ കാലത്തുണ്ടായിരുന്നു. പിന്നീട് അത് വലിയ ശാന്തമായി. ഇപ്പോൾ വീണ്ടും ഈ ഒരു ഹൈന്ദവ സംഘടനകളുടെ ഒരു കേന്ദ്ര ബിന്ദുവായ നാഗ്പൂരിന് ചുറ്റും
മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള അക്രമങ്ങൾ നടക്കുന്നു, മുസ്ലിങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായി വസിക്കാവുന്ന രാജ്യമായി ഇന്ത്യ തുടരുന്നില്ല എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവുകൾ ഒരു ഭാഗത്തുണ്ടാകുന്നു. മറുപക്ഷത്തെ തിരിച്ചും ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഹൈന്ദവ ഭൂരിപക്ഷ വിഭാഗങ്ങളെ സംഘടിതമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കുന്നു എന്ന ഒരു മറു നറേറ്റീവ് ഉണ്ടാകുന്നു. ഇത് രണ്ടും ഉണ്ടാകുന്നത് ഗുണപരമായ കാര്യമല്ല. എനിക്കതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനാവൂ. കാരണം ഇത് ആർക്കും യഥാർത്ഥത്തിൽ നാഗ്പൂരിലെ ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നതല്ല. അവരുടെ നഗരം കത്തി അമരണമെന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നതല്ല. മറ്റ് ശക്തികൾക്ക് ഇടപെടാനുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടാകുന്നുവെങ്കിൽ അതൊരു ഗ്ലോബൽ നെറ്റ്വർക്കിങ്ങിൻ്റെ കൂടെ ഒരു ഫലമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ആഗോളതലത്തിൽ ഇൻ്റലിജൻസ് നെറ്റ്വർക്കുകൾ അമേരിക്കയുമായും ഇസ്രായേലിൻ്റെ മൊസദുമായും അമേരിക്കയുടെ CIA എല്ലാം സഹകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വരാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള ഗൂഢാലോചനകൾ ഇത് മുളയിൽ തന്നെ ചുള്ളേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇനി ഫഡ്നാവിസിൻ്റെ കാര്യത്തിലേക്ക് വരാം. മഹാരാഷ്ട്രയുടെ പൊളിറ്റിക്സിലേക്ക് കൂടെ വരാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ മഹാരാഷ്ട്രയുടെ പൊളിറ്റിക്സും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഈ ഗുജറാത്തിൻ്റെ പൊളിറ്റിക്സിൽ ഗുജറാത്തിൽ വംശീയ ലഹളയുണ്ടായ 2002 ശേഷം പിന്നീട് അതെൻ്റെ പൊളിറ്റിക്കൽ സൈഡാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഗുജറാത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വലിയൊരു നിർണായക ശക്തിയല്ല. പക്ഷേ അവിടെ കലാപമുണ്ടായി. ഗോധ്ര അത് വളരെ ഒരു കാർണേജ് തന്നെയായിരുന്നു. കർഷകരെ വലിയ തോതിലാണ് അഗ്നിക്കിരയാക്കിയത്. ട്രെയിൻ തന്നെ കത്തിച്ചു. അപ്പോൾ അവിടെ അതിനുശേഷമുണ്ടായ ഒരു റിയാക്ഷൻ, സ്വാഭാവികമായി ഉണ്ടാകുന്ന റിയാക്ഷനാണ്. ആക്ഷൻ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെ ഉണ്ടായി. അതിനുശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ സമയത്താണ് ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ പോളറൈസേഷൻ പിന്നീടുണ്ടായി. വളരെ വലിയ തോതിലുള്ള പോളറൈസേഷൻ ഉണ്ടായി ഗുജറാത്തിൽ. പിന്നീട് ഒരിക്കൽ പോലും ഈ BJP ഇതര കക്ഷികൾക്ക്, കോൺഗ്രസിനോ മറ്റ് കക്ഷികൾക്കോ അധികാരത്തിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല 2002 ശേഷം. അപ്പോൾ ദീർഘമായ ഒരു 2.5 പതിറ്റാണ്ടോളം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കക്ഷിക്ക് അധികാരത്തിൽ വരാനെത്തിയില്ല. എന്നാൽ മഹാരാഷ്ട്രയിൽ കുറച്ചുകൂടെ സങ്കീർണമാണ് സിറ്റുവേഷൻ. മഹാരാഷ്ട്രയിൽ മൾട്ടിപ്പിൾ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഫഡ്നാവിസ് ജയിച്ച് മുഖ്യമന്ത്രിയായി വന്നു. BJP ശിവസേന റെപ്രസെൻറ്റ് ചെയ്തിരുന്ന ആശയം തന്നെയാണ് BJPയും ഒരു പരിധിവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ശിവസേനകൾ പിളർന്ന് പലതായി നിൽക്കുകയാണ്. 2 ശിവസേനകൾ പ്രധാനമായും, പിന്നെ മറ്റൊരു രാജ് താക്കറെയുടെ ശിവസേനയും എല്ലാം കൂടി ചേർന്ന് പല ശിവസേനകൾ ആയി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കൾച്ചറൽ നാഷണലിസ്റ്റ് ഫോഴ്സസ് BJPയുടെ പിന്നിൽ മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ അണിനിരക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് BJPക്ക് ഭരിക്കാനുള്ള ശക്തിയുണ്ട്. ഒരു മുന്നണി എന്ന നിലയിൽ അതിശക്തമാണ് അവിടുത്തെ മഹായുതി സഖ്യം. അപ്പോൾ അതങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോയാൽ എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകണം. അപ്പോൾ അതിലൊരു കാര്യമായ ഒരു പ്രശ്നമുണ്ടാകണമെന്ന് ആരോ ചിന്തിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. മറുവശത്തെ തുടർച്ചയായി ഭരണത്തിൽ ഇരിക്കണമെങ്കിൽ, ഗുജറാത്ത് മോഡലിൽ തുടർച്ചയായി ഭരണത്തിൽ ഇരിക്കണമെങ്കിൽ മഹാരാഷ്ട്രയുടെ മനസ്സും ഗുജറാത്തിനെ പോലെ പോളറൈസ്ഡ് ആകണം എന്ന ചിന്ത മറുവശത്തുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചിന്തകളാണ്, രാഷ്ട്രീയ ചിന്തകളുണ്ട്, അതിന് പുറമെ സിവിലൈസേഷണൽ ചിന്തകളുണ്ട്, വിദേശത്ത് നിന്ന് ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ചിന്തകളുണ്ട്. ഇതെല്ലാം കൺവേർജ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഇടം കലാപത്തിനായി രൂപപ്പെടുകയാണ്. അങ്ങനെയാണ് നാഗ്പൂരിൽ സംഘർഷത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടതും. അത് നമുക്കറിയാം, ഒരു ചരിത്രത്തെയാണ് ഇവിടെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. എത്രയോ വർഷം മുമ്പ് മരിച്ചുപോയ 1707 തോന്നുന്നു ഔറംഗസീബ് അന്തരിക്കുന്നത്. അപ്പോൾ 50 വർഷത്തോളം ഇന്ത്യ ഭരിച്ച, അല്ലെങ്കിൽ ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളും ഭരിച്ച മുഗൾ ചക്രവർത്തിയായിരുന്നല്ലോ ഔറംഗസീബ്. അപ്പോൾ ഔറംഗസീബിൻ്റെ ലെഗസി, ആ ലെഗസിയെ വീണ്ടും പൊടി തട്ടിയെടുക്കുന്ന ഒരു മനസ്സ്, അത് ചില കേന്ദ്രങ്ങളിൽ ഔറംഗസീബിൻ്റെ മതം ഏതുമായിക്കൊള്ളട്ടെ, ഔറംഗസീബിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു ചരിത്ര പുരുഷൻ്റെ സാന്നിധ്യം തട്ടിയെടുക്കുക വഴി അതിൻ്റെ പിന്നിൽ റാലി ചെയ്യാൻ ദേശീയ തലത്തിൽ ഔറംഗസീബിനെ, ഒരു മുസ്ലിം ഐക്കോൺ, ഒരു സിവിലൈസേഷണൽ ഐക്കോൺ എന്ന നിലയിൽ ഔറംഗസീബിനെ പ്രതിഷ്ഠിക്കുന്നത് ആരുടെയെങ്കിലും താല്പര്യമാണോ? അതും ആലോചിക്കണം. ഇനി ഔറംഗസീബിനെ മുന്നിൽ നിർത്തി മറ്റൊരു ഭാഗത്ത് പോളറൈസേഷൻ ഉണ്ടാക്കുന്നത് മറ്റു ചിലരുടെ താല്പര്യമാണ്. ഇങ്ങനെയുള്ള മറഞ്ഞിരിക്കുന്ന ശക്തികളുടെ താല്പര്യം ഇത് മുഴുവൻ കണ്ടെത്തേണ്ടത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. മഹാരാഷ്ട്ര പോലീസിന് ഇപ്പോൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതുപോലുള്ള വ്യക്തികളെ മഹത്വവൽക്കരിക്കരുത് എന്നാണ്. കാരണം ഔറംഗസീബിന് എന്ത് സ്ഥാനം ചരിത്രത്തിൽ എന്നുള്ളതാണ്, അതുകൂടി പഠിക്കണം. മാത്രമല്ല, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഔറംഗസീബിൻ്റെ സംഭാവനകൾ എന്താണ് എന്നൊക്കെ ഇത്തരുണത്തിൽ അതുകൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ?
തീർച്ചയായിട്ടും ഔറംഗസീബിൻ്റെ യഥാർത്ഥത്തിൽ ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി കൂടിയാണ്, രാഷ്ട്രമീമാംസ അധ്യാപകനും അന്താരാഷ്ട്ര ബന്ധങ്ങൾ പഠിപ്പിച്ചയാളും ചരിത്രത്തിൽ കൗതുകപരമായ താല്പര്യമുള്ള ഒരാളുമാണ്. ഔറംഗസീബ് എപ്പോഴും ഒരു പഠന വിഷയം തന്നെയാണ്. ഔറംഗസീബ് എപ്പോഴും നമ്മൾ പറയും ഔറംഗസീബ് മതഭ്രാന്തനായിരുന്നു, ഹൈന്ദവ ആരാധന ഇടങ്ങൾ ഇടിച്ചു പൊളിച്ച് നിരത്തിയ ആളാണ്, നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിയ ആ ഒരു ഇമേജ് ഒരു വശത്തുണ്ട്. മറുവശത്ത് ഏറ്റവും ലളിത ജീവിതം, വ്യക്തിപരമായി വലിയ സംശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഔറംഗസീബ്. അപ്പോൾ വ്യക്തിപരമായ നൈർമല്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപജീവനം തന്നെ നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഖജനാവിനെ പണമെടുത്തിട്ടല്ല, ഇപ്പോഴത്തെ പലരും ചെയ്യുന്ന പോലെ, രാഷ്ട്രീയ നേതാക്കളൊക്കെ ചെയ്യുന്ന പോലെയല്ല, മറിച്ച് തൊപ്പി തുന്നി അദ്ദേഹം കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കും ശമ്പളമായി. അല്ല എങ്കിൽ അദ്ദേഹം മറ്റ് ചില ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്ന ഖുർആൻ പകർത്തി എഴുതുക, അത് വിൽക്കുക, എങ്ങനെയൊക്കെ രാജാവ് പകർത്തി എഴുതുന്ന ഖുർആന് വലിയൊരു വില കിട്ടുമായിരിക്കും, ശരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ തുകയിൽ നിന്നും മിച്ചം വെച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഖബറിന് വേണ്ടി ഏറ്റവും ലളിതമായ ഒരു ഖബറാണല്ലോ. പോലെ അദ്ദേഹം ഒരു നന്മപരമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ചില നറേറ്റീവുകൾ അത് ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. നമ്മൾ അടക്കം പഠിച്ചത് അതൊക്കെ തന്നെയാണല്ലോ. ഇപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ ഇതൊക്കെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയതും. എന്തൊക്കെയായിരുന്നു ഇവരുടെയൊക്കെ സംഭാവനകൾ, ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടത്, അതൊക്കെയാണല്ലോ ICHR ഒക്കെ വിശദമായി. നമ്മുടെ ഡോക്ടർ CI ഐസക് പത്മശ്രീ ലഭിച്ച അദ്ദേഹം അടക്കം ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ്, വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം വർത്തമാനകാലത്ത് അവതരിപ്പിക്കുന്നത്. തീർച്ചയായും ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് വിസ്മൃതിയിൽ ആണ്ട് കിടക്കുകയാണ്. ആ ചരിത്രത്തിലെ കാണാതെ പോയ ആ ഒരു നന്മകളോ തെറ്റായ പ്രവണതകളോ ഇത് പച്ചയായി അവതരിപ്പിക്കാൻ ഒരുപക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ആധുനിക ഹിസ്റ്റോഗ്രാഫിക്ക് പുതിയ മെത്തേഡ്സ് വരികയാണ്. അപ്പോൾ അത് അല്ല എങ്കിൽ പൊളിറ്റീഷ്യൻസിൻ്റെ കയ്യിൽ, ആ ഭരണകർത്താക്കളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ഈ ചരിത്രം ഏത് രൂപത്തിലും വളച്ചൊടിക്കാവുന്ന പാഠപുസ്തകങ്ങളുടെ അപനിർമ്മിതിയാകട്ടെ, അതിൻ്റെ പുനർനിർമ്മിതിയാകട്ടെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയം കടന്നു വന്നാൽ അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയ കാര്യമാണ്. ഔറംഗസീബിനെ കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം കൊടുക്കാൻ കഴിയണം, അദ്ദേഹം തകർത്ത ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചിത്രം കൊടുക്കാൻ കഴിയണം. പക്ഷെ അദ്ദേഹം പുനർനിർമ്മിച്ച കാര്യങ്ങളെക്കുറിച്ചും ചിത്രം കൊടുക്കാൻ സാധിക്കണം, അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്കെച്ചും കൊടുക്കാൻ സാധിക്കണം. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തർക്ക വിഷയമായിരിക്കുന്ന ഈ ഖബർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കണം. അവിടെയല്ല ഉണ്ടാകേണ്ടത്, മുഗൾ ശക്തി കേന്ദ്രങ്ങളായ ആഗ്രയിലോ ഡൽഹിയിലോ ഉത്തർപ്രദേശിൻ്റെ ഏതെങ്കിലും മേഖലകളിലാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അത് മഹാരാഷ്ട്രയിലെ മണ്ണിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് അതൊരു സന്യാസിമാർ, മുസ്ലിം പുരോഹിതന്മാർ അല്ലെങ്കിൽ അവർ ധ്യാനത്തിനുമൊക്കെയായി വരുന്ന ഒരു ഇടമായിരുന്നു അത്. അപ്പോൾ ആ ഇടത്ത് തന്നെയാകണം തൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് ഔറംഗസേബ് ചിന്തിച്ചതുകൊണ്ടാണ്. അത് ലളിതമായി ഇരിക്കണം എന്ന് ചിന്തിച്ചു എന്നതിന് ഒരു ചരിത്ര സാങ്കത്യമുണ്ട് താനും. പക്ഷേ അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം, 300-ൽ പരം വർഷങ്ങൾക്ക് ശേഷം അത് വളരെ വലിയ വിവാദമായി കത്തും എന്നൊരിക്കലും ആ കാലത്ത് ഔറംഗസേബോ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരോ ഒരിക്കലും ഉദ്ദേശിച്ച് കാണുകയുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ ഒരു ചരിത്രം, അത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഔറംഗസേബ് ആയിക്കൊള്ളട്ടെ, ഷാജഹാൻ ആയിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും ഒരു ശിവാജി ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു ചരിത്ര പുരുഷനെ മുന്നിൽ നിർത്തി നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് ഡിബേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ രാജ്യം ഒരുപാട് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദേശീയ ഉദ്ഗ്രഥനത്തിന് അത്യാവശ്യം വേണ്ടത് ഈ കൃത്യമായ ചരിത്ര വിവരണങ്ങൾ, നിഷ്പക്ഷമായ ചരിത്ര വിവരങ്ങളും അത് വൈകാരികവൽക്കരിക്കാതിരിക്കാനുള്ള കാരണങ്ങളും അടിസ്ഥാനത്തിൽ മാത്രമേ വാട്സ്ആപ്പ് മെസ്സേജുകൾ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിൽ നിന്ന് ശിവജി കൊള്ളരുതാത്തവനും ഔറംഗസേബ് മഹാനും എന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് ഈ മറാഠ വികാരം ഉണരുന്നത്, അല്ലേ? ശ്രീ അനിൽ, ശിവജി എന്ന് പറയുന്നത് ഈ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന മറാഠ നേതാവ് മാത്രമല്ല, ആ ഒരു എംപയറിൻ്റെ, അത് മുഗൾ സാമ്രാജ്യത്തിനെതിരെ അത്രയും ധീരമായി ചെറുത്ത് നിന്ന മറ്റൊരു നേതാവില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അതൊരു മുഗൾ ഡോമിനേഷൻസ് നമ്മൾ ചിന്തിക്കാനാവാത്ത രീതിയിലുള്ള ഒരു ശക്തിയാണ്. ഔറംഗസീബിൻ്റെ സമയത്തൊക്കെ ഈ ശശി തരൂരൊക്കെ പറയുന്ന കണക്കുകൾ നമുക്കറിയാമല്ലോ, 23% വേൾഡ് GDP ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഔറംഗസീബിൻ്റെ എംപയറിൻ്റെ അവസാന കാലത്താണ്. അപ്പോൾ ഇന്ത്യ വാസ് ക്യാഷ് റിച്ച്. യൂറോപ്യൻസിനേക്കാളും ഒക്കെ അന്നത്തെ ബ്രിട്ടൻ ഒക്കെ 17-ാം നൂറ്റാണ്ടിലെ ഒക്കെ ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്താണ്, 16-17 അവർക്ക് എമർജ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, നാവികശക്തിയായിട്ട് വരുന്നു. പക്ഷേ ഔറംഗസീബിന് നാവികശക്തി ഇല്ലാതെ പോയി, കടൽ
ഇടപെടലുകളിലേക്ക് ഇറങ്ങിയില്ല. അതുകൊണ്ടാണ് ആ ഒരു സാമ്രാജ്യത്തിന് മുന്നോട്ട് പോകാനാവാത്തത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ദുർബലരായിരുന്നു. ആഭ്യന്തരമായി ഔറംഗസീബിന്റെ സമയത്ത് തന്നെ തുടങ്ങിയ നയങ്ങളുടെ വിള്ളലുകൾ പിന്നീടാണ് സർഫസ് ചെയ്തത്. അത് എംപയറിന്റെ പതനത്തിന് കലാശിച്ചു. പക്ഷേ അതിന് ഒരു കാരണമായത് മറാഠകളുടെ ഭാഗത്ത് നിന്ന് വീറോടുകൂടി മറാഠാസ് അവർ ആ ഡെക്കാൻ പ്രദേശം ഉൾപ്പെടെ കീഴടക്കി ഔറംഗസീബിന്റെ സൈന്യങ്ങളെ പലതവണ പരാജയപ്പെടുത്തി ചെറുത്ത് നിന്ന ധീരനായ ശിവജി മഹാരാജ്. അപ്പം അതുകൊണ്ടാണ് ശിവസേന, മഹാരാഷ്ട്രയിലെ ശിവസേന എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രക്കാർക്കൊരു വികാരമാണ്. അവിടെ ഒരു ഉത്തർപ്രദേശിൻ്റെ ഒരു മുഖമായി, അല്ലെങ്കിൽ അന്നത്തെ ഉത്തർപ്രദേശ് നല്ലല്ലോ എന്ന് പറയുന്നത്, ആ ഒരു മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ മുഖമായി കാണുന്ന ഒരു രീതിയാണ് ഒരുപക്ഷെ ഔറംഗസീബിന്. ഇപ്പോൾ ഉത്തർപ്രദേശ് ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിലാണ്, യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാണ്. പക്ഷേ അത് മോഡേൺ നറേറ്റീവാണ്. പക്ഷേ അതുകൊണ്ട് ആ തിരുശേഷിപ്പുകൾ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ വലിയ ഈ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റണം. ഔറംഗാബാദ് എന്ന് പറയുന്നത് ഔറംഗസീബിന്റെ നാമധേയം പേർന്ന സ്ഥലമാണ്, അല്ലേ? അത് മാറണം. ഇപ്പം അവിടുത്തെ മറാഠ വികാരം ഒരുപക്ഷെ ഔറംഗസേബ് എന്ന പേര് മാറ്റണമെന്നുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പേരുമാറ്റത്തിനെ കുറിച്ചുള്ള ഡിമാൻഡ് വരുന്നത് ഇങ്ങനെയുള്ള കൾച്ചറൽ നറേറ്റീവ്സ് വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ശിവജിയുടെ മഹത്വം ഒരിക്കലും കുറയുന്നില്ല. ശിവജിയെ ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് ഒരു നല്ല ധീരനായ, ദേശാഭിമാനിയായ, ഒരു വൈദേശിക ആധിപത്യത്തെ ചെറുത്ത് നിന്ന ഒരാളെന്നുള്ള നിലയിലാണ്. മുഗൾ എംപയർ എന്തൊക്കെ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, വെളിയിൽ നിന്ന് വന്നു. അതിന് മുൻപ് തന്നെ മുസ്ലിം ഭരണാധികാരികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഗളന്മാർ വെളിയിൽ നിന്ന് വന്നു. മധ്യപൗരസ്യ പ്രദേശത്തു നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നും കടന്നു വന്ന ആളുകളാണ് അവർ. പക്ഷേ ഇവിടെ അവരുടെ വാസസ്ഥാനമാക്കി മാറ്റി. അവരുടെ മണിമന്ദിരങ്ങളും നിർമ്മിതികളും എല്ലാം തന്നെ ഉണ്ടായത് ഇവിടെയാണ്. അതുമാത്രമല്ല, അവർ പലപ്പോഴും സേനാനായകന്മാരെ, ഔറംഗസീബിന്റെ സേനാനായകന്മാർ പലരും മുസ്ലിങ്ങളായിരുന്നില്ല, ഹൈന്ദവരായിരുന്നു. ശിവജിയുടെ സേനാനായകന്മാർ പലരും മുസ്ലിങ്ങളായിരുന്നു എന്നതും പ്രത്യേകമായി ഓർക്കണം. അന്നൊരു കമ്മ്യൂണൽ ഡിവൈഡ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മതത്തിന്റെ മാത്രമല്ലായിരുന്നു, അത് രണ്ട് സംസ്കാരങ്ങളാണ്. മറാഠ എന്ന ഭാഷ, അല്ലെങ്കിൽ മറാഠ വികാരം, അത് വേഴ്സസ് ദ റെസ്റ്റ് ഓഫ് നോർത്ത് ഇന്ത്യയിലെ മറ്റൊരു വികാരം. ആ നറേറ്റീവ് ഒരിക്കൽ കൂടി പുനർജനിക്കുന്നത് ഇന്ത്യയുടെ ഭദ്രതയ്ക്ക് അത്ര നല്ലതല്ല എന്നതാണ്. അത് മറ്റ് രീതികളിലേക്ക് പോകും. അത് പാർട്ടികൾക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതികളിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ആ സംഘർഷം ലോക്കലൈസ് ചെയ്ത് നാഗ്പൂരിലേക്ക് മാത്രം ഒതുക്കുക. എന്നിട്ട് ആ ഒരു വിഷയം മുന്നോട്ട് പോകുന്നത് അത്ര ഗുണകരമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യെസ്